ഹലോ, ഇന്നൊരു നൊസ്റ്റാൾജിക് ആയിട്ടാട്ടോ ക്രീം ബൺ അല്ലെങ്കിൽ ബട്ടർ ബൺ. നിങ്ങൾക്ക് ആർക്കൊക്കെ ഇഷ്ടമാണെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് സാധനമാണ്. ഇതിങ്ങനെ ആലോചിക്കുമ്പോൾ തന്നെ ചെറുപ്പത്തിലുള്ള കുറേ കാര്യങ്ങൾ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ലെറ്റ്സ് സീ ഹൗ ടു മേക്ക് ദിസ്. ടേക്ക് എ ഗ്ലാസ് ഓഫ് warm milk, add in 2 tablespoons of sugar and a sachet of instant yeast. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് ഞാനൊരു 5 മിനിറ്റ് നേരം വെക്കും. വേണമെന്നില്ല, കാരണം ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. അത് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് വിൽ ആഡ് ഓൾ പർപ്പസ് ഫ്ലവർ, 2 cups ഓഫ് ഓൾ പർപ്പസ് ഫ്ലവർ ആൻഡ് 2 ടീസ്പൂൺസ് ഓഫ് മിൽക്ക് പൗഡർ. അത് ആഡ് ചെയ്തതിന് ശേഷം കൈക്കൊക്കെ നല്ല ബലമുണ്ട്, മസിലൊക്കെ ആവശ്യമുണ്ടെങ്കിൽ കൈവച്ച് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇല്ലെങ്കിൽ യു ക്യാൻ ഓൾസോ യൂസ് എ സ്റ്റാൻഡ് മിക്സർ. ഞാൻ കൈവച്ച് തന്നെ കുഴയ്ക്കാമെന്ന് വിചാരിച്ചു. ഇൻ ബിറ്റ്വീൻ മെൽറ്റഡ് ബട്ടറും കൂടി ആഡ് ചെയ്ത് നല്ലപോലെ നീഡ് ചെയ്തെടുക്കുക. വൺസ് ഓൾ മിക്സ്ഡ് അപ്പ്, കുറച്ചും കൂടി ബട്ടർ മുകളിൽ തടവി വിൽ ക്ലിംഗ് റാപ്പ് ദിസ് ആൻഡ് കീപ് ഇറ്റ് അസൈഡ് ഫോർ എ വൈൽ. അപ്പോൾ ഇതെവിടെ ഇരുന്ന് സെറ്റ് ആവട്ടെ. നമുക്ക് ബട്ടർ ക്രീം ഫില്ലിംഗ് ഉണ്ടാക്കാം, വിച്ച് ഈസ് വെരി ഈസി. ബട്ടർ, ഐസിങ് ഷുഗർ ആൻഡ് എ ടീസ്പൂൺ ഓഫ് മിൽക്ക് മേ ബി. അത് നല്ലപോലെ ബീറ്റ് ചെയ്ത് എടുക്കുക. നമ്മുടെ മാവ് ഇവിടെ നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. സോ ഇനി നമുക്ക് ഈക്വൽ ബോൾസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിനെ ബോൾസ് ആക്കി ഇങ്ങനെ ഷേപ്പ് ചെയ്ത് വെച്ചിട്ട് എഗെയിൻ ഒരു 30 minutes ക്ലിംഗ് റാപ്പ് ചെയ്ത് വെക്കുക. അപ്പം നമ്മുടെ ബോൾ നല്ലപോലെ പഫപ്പ് ചെയ്ത് വരും. എന്നിട്ട് നമ്മളിതിനെ ഡീപ്പ് ഫ്രൈ ചെയ്താണ് എടുക്കുന്നത് കേട്ടോ. സോ എഗെയിൻ നമ്മുടെ ഡോ ഇവിടെ നല്ലപോലെ റൈസായി വന്നിട്ടുണ്ട്. ഇനി ഒന്നും നോക്കാനില്ല, പാൻ വെച്ചോളൂ, എണ്ണ ഒഴിച്ചോളൂ, ചൂടാക്കിക്കോളൂ. ഫ്ലെയിം ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കാൻ ശ്രമിക്കുക. ഈ ഡോ ബോൾസ് എടുക്കുമ്പോഴത്തേക്കും കെയർഫുള്ളി എടുത്തിട്ട് എണ്ണയിലിടുക, അല്ലെങ്കിൽ ഡീഫ്ലേറ്റ് ആയി പോകും. എന്നിട്ട് ഇത് ലോ ടു മീഡിയം ഹീറ്റിൽ നല്ലപോലെ ഓൾട്ടർനേറ്റ് ചെയ്ത് തിരിച്ചു മറിച്ചു വിട്ടാൽ നമ്മുടെ ഗോൾഡൻ ബ്രൗൺ കളറിലുള്ള ബൺസ് റെഡി ആയിട്ടുണ്ട്. ചടിക്കരി ക്രീം ഫില്ല് ചെയ്തേക്കരുത്, എല്ലാം കൂടി മെൽറ്റായി പോകും. ബൺസ് കൂൾ ഡൗൺ ചെയ്യാൻ എന്തായാലും വെയിറ്റ് ചെയ്തേ പറ്റുള്ളൂ. ഇനി അങ്ങോട്ട് ക്രീം എടുക്കുക, ആ ബണ്ണിനകത്തേക്ക് ഫില്ല് ചെയ്യുക. ഞാൻ നല്ല ജനറസ് എമൗണ്ട് ഓഫ് ഫില്ലിങ് തന്നെ യൂസ് ചെയ്യുക. നിങ്ങൾക്ക് കുറച്ച് മതിയെങ്കിൽ നിങ്ങൾ കുറച്ച് വെച്ചാൽ മതി. പക്ഷേ മോർ ദ ക്രീം മോർ ദ ടേസ്റ്റിയർ. അടിപൊളി ക്രീം ബൺസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എനിക്കിത് ആലോചിക്കുമ്പോൾ തന്നെ ഒരുപാട് ചെറുപ്പത്തിലെ സ്കൂളിൽ പോയ ടൈമും കോളേജ് ടൈംസിലും ബേക്കറിയിലൊക്കെ പോകുമ്പോഴത്തേക്കും മോസ്റ്റ്ലി ഈ ഒരു സാധനത്തിന് വേണ്ടി സെർച്ച് ചെയ്യാറുണ്ട്. ഈവൻ ഇപ്പം നാട്ടിൽ പോയി കഴിഞ്ഞാലും ഏതെങ്കിലും ബേക്കറിയിൽ ഇത് കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഡെഫിനറ്റായിട്ട് വാങ്ങിക്കും. അപ്പം എങ്ങനെ കഴിക്കല്ലേ? അപ്പോൾ ഒരു ഗ്ലാസ് ചായയോ നാരങ്ങ വെള്ളമോ, ഇനി അതൊന്നും ഇല്ലെങ്കിൽ സാരമില്ലാന്നേ, ബണ്ണെടുക്കുക, അങ്ങോട്ട് കഴിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. I hope you like the video. Do try out my recipe and let me know. Thank you.